ഇതാ കണ്ടോ, ആ ഭാഗത്ത് റോഡ്, ബാക്കി 3 സൈഡും അതിലൊക്കെ ക്ലിയറാ. പാടാന്നുള്ളത് നോക്കണ്ട, മണ്ണിട്ട് നിരത്തിയാലേ പൊന്നുമ്പേൽക്ക് മറച്ചു വെക്ക. ആൾക്കാരെ കൊത്തിപ്പറിച്ചു കൊണ്ടുപോകുന്ന സ്ഥലം. അന്റെ വിസ ശരിയായി പറഞ്ഞപ്പോ ഞാനൊന്ന് ചവിട്ടി പിടിച്ചിട്ടതാ ഈ സ്ഥലം. കയ്യെങ്കിൽ ഇന്ന് തന്നെ കച്ചവടം അടിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഞാൻ നിർബന്ധിക്കണില്ല. ആദ്യത്തെ മാസത്തെ ശമ്പളം കിട്ടുമ്പോൾ ഉടനെ അങ്ങോട്ട് അയക്കുക. അഡ്വാൻസ് കൊടുത്ത് സ്വന്തമാക്കണം. ഔ നോക്കിയേ, നല്ല ലിവറിൻ്റെ കഷ്ണം പോണത്തെ സ്ഥലം. ഞാനിതൊക്കെ പറഞ്ഞിട്ടു എൻ്റെ മുഖത്തെന്താ ഒരു തെളിവില്ലാത്തത്? ഇത് എൻ്റെ പേരിൽ വാങ്ങിയിടാനല്ല ഞാൻ പറയണത്. ഈ നയിച്ചുണ്ടാക്കുന്ന പൈസ കടലിൽ കായം കളിക്ക പോലെ ആവണ്ടാന്ന് കരുതിയിട്ടാ. ചുളു വിലക്ക് എടുത്തിട്ടാലേ പൊന്നും വിലക്ക് ഇത് വിൽക്കാം. ഇനി വാ, അപ്പുറത്തൊരു 15 സെൻറ്റ് കൂടെ ഉണ്ട്, അവിടെ നോക്കാം. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് പാടോ, വാ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. കൈഫൽ ഹാൽ യാ ബീബി? സൈൻ അൽഹംദുലില്ലാ. ഇത് ഷാജഹാനാടോ, ഫ്രം കേരള. മാഷാ അല്ലാ, ഈ എപ്പോഴാ നാട്ടിലെത്തിയത്? ഞാനൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്ന് നാട്ടിലേക്ക് വന്നു. വിശദമായിട്ട് ഞാൻ പിന്നെ പറയാം. ഓക്കെ. ഞാനും കുറച്ച് ദിവസമായിട്ട് തിരക്കിലായിരുന്നു, അതുകൊണ്ട് ബന്ധപ്പെടാനും പറ്റിയില്ല. പിന്നെ എന്തൊക്കെയാ നാട്ടിലെ വിശേഷങ്ങൾ? സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ല, ഞാൻ ഡ്രൈവിങ്ങിലാണ്, പറഞ്ഞോ. എൻ്റെ ഒരു ഫ്രണ്ട് മറ്റന്നാൾ കുവൈത്തിലേക്ക് വരുന്നുണ്ട്. നിസാർ എന്നാ പേര്. നല്ല സ്മാർട്ട് പയ്യനാ. ആയിക്കോട്ടെ, വന്നോട്ടെ. കക്ഷി വല്ല ബിസിനസ്സിനുമാണോ അതോ വല്ല ജോലിക്കുമാണോ? അല്ല, ഒരു കമ്പനിയിലേക്കാ. പക്ഷെ ഫുഡ് അക്കോമഡേഷനും നമ്മൾ തന്നെ കാണണം. അവൻ്റെ കഷ്ടകാലത്തിന് ഒരു കുടുംബക്കാരനോ സുഹൃത്തോ കുവൈത്തിലില്ല. ഓക്കെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അവനെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യണം. പിന്നെ തൽക്കാലത്തേക്ക് ഒരു താമസ സൗകര്യം. ബുദ്ധിമുട്ടാവോ? എന്ത് ബുദ്ധിമുട്ടാടാ, ഈ അവനോട് കയറ്റി വിട്. താങ്ക്സ് എടാ. എപ്പോഴാണ് നമ്മുടെ ഫ്ലൈറ്റ് ഇറങ്ങുക? വിശദമായിട്ട് ഞാൻ ഒന്നുകൂടി വിളിക്കാം. ഓക്കെ, മാസലാമ. അപ്പൊ നിസാറേ, ആ കാര്യമൊക്കെ ആയി. അവിടെ ഇറങ്ങിയാൽ മതി, പിന്നെ ഒന്നും അറിയണ്ട. ഒന്ന് സന്തോഷിക്കടോ, ടെൻഷൻ അടിക്കണ്ട. ആദ്യമായിട്ട് പോകുമ്പോൾ മനസ്സിനെ പിടിച്ചാൽ കിട്ടൂല. എല്ലാവരുടെ അനുഭവതാ. പിന്നെയൊക്കെ അങ്ങോട്ട് ശരിയാവും. ബി പോസിറ്റീവ് മാൻ. എല്ലാവരും ഇങ്ങനെ മിണ്ടായിരുന്നോട് കാര്യമില്ല. ആലോചിച്ചിട്ട് മനസ്സിന്റെ താളം തെറ്റുകയാണ്. നീ ഇല്ലാത്തൊരു ജീവിതം ചിന്തിക്കാൻ വയ്യ നിസാറെ. ഈ ഗൾഫിൽ പോണത് അറിഞ്ഞ ദിവസം മുതൽ ശരിക്കും ഉറങ്ങിയിട്ടില്ല ഞാൻ. എന്തിന്? ശരിക്കും ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. എല്ലാം എൻ്റെ കൈവിട്ടു പോയ കാര്യങ്ങളാ. എല്ലാത്തിനും കൂടെ നിന്നിരുന്ന ഭാര്യ പോലും എന്നെ തള്ളി പറഞ്ഞു. അതിലാ എനിക്ക് സങ്കടം. ഇനി രണ്ടും കൽപ്പിച്ച് പുറപ്പെടുകയാണ്. എന്നാലും നിങ്ങളെ ആരെയും മറക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ തിരിച്ചു വരും. അപ്പോൾ പഴയ അവസ്ഥയിൽ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണം. ഇനി മുതൽ നിങ്ങൾ കാശിനു വേണ്ടി വീട്ടുകാരുടെ മുമ്പിൽ കൈനീട്ടരുത്. എൻ്റെ മാസശമ്പളത്തിൻ്റെ പകുതി ഓരോ മാസവും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. അതുകൊണ്ട് നിങ്ങൾ അടിച്ചുപൊളിച്ച് ജീവിക്ക്. ഇതെൻ്റെ ഒരു പ്രതികാരം കൂടിയാണ്. എൻ്റെ അമ്മാവന്മാരോടും വീട്ടുകാരോടുമുള്ള പ്രതികാരം.